ദേ നോക്കിയേ, നമുക്കിന്നൊരു പുതിയ വീഡിയോ കണ്ടാലോ. ഇന്നെന്താ സ്പെഷ്യൽ എന്നല്ലേ, ഇന്നൊരു നാടൻ വിഭവമാണ് മധുരച്ചീര. ഞങ്ങളുടെ നാട്ടിൽ മധുരച്ചീര എന്നാണ് പറയുന്നത്. പല നാടുകളിലും ഇത് പല പേരിലാണ് അറിയപ്പെടുന്നത്. ഷുഗറിനൊക്കെ നല്ലതെന്ന് പറയണോ, എനിക്കറിയില്ല, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. പക്ഷെ നല്ല ടേസ്റ്റാണ്. ഞാൻ ദേ അരഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നിട്ടൊരു ചെറിയ കട്ടനല്ല, ശംഖുപുഷ്പത്തിൻ്റെ ടീയൊക്കെ കുടിച്ച് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുക. ഇനി നമുക്കിതിന് വേണ്ടത് സാമ്പാർ പരിപ്പൊരു ഉപ്പിട്ട് 3/4 വേവൊന്ന് വേവിച്ച് വെക്കണേ. അത് കഴിഞ്ഞിട്ട് സവാളയും പച്ചമുളകും കൂടി അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനിയാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് മുട്ട. ഇത് എനിക്ക് ഇല കുറവായതുകൊണ്ട് ഒരു മുട്ടയെ യൂസ് ചെയ്യുന്നുള്ളൂ. ഈ ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ 2-3 മുട്ട യൂസ് ചെയ്യാം. ഇനി നമുക്കത് അതിന് അരയ്ക്കാനുള്ളൊരു കൂട്ടുണ്ടാക്കാവേ. അപ്പോൾ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളിയും പച്ചമുളകും, ജീരകമൊന്നും വേണ്ട, വെളുത്തുള്ളി ഒന്നും വേണ്ട. ഇതാണ് ഇതിൻ്റെ കൂട്ട്. ഇത് നന്നായിട്ട് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അരയേണ്ട, ഈ ഒരു രീതിയിലൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഈ ചുമന്ന മുളകിൻ്റെ മറ്റേ ഒരുപാട് പൊടിയാത്ത ചുമന്ന മുളകുണ്ടല്ലോ, അതും കൂടിയാണ് വേണ്ടത്. ഇനി അങ്ങോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. പേൻ വെച്ചിട്ട് അങ്ങോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകൊക്കെ ഇട്ട് പൊട്ടിക്കണം കേട്ടോ. ഞാനത് സത്യത്തിൽ മറന്നുപോയേ. ഇനി അതിനകത്ത് സവാളയും പച്ചമുളകും ഇട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ആ സവാളയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറട്ടെ. നമുക്കറിയാമല്ലോ, ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്ന സമയം അറിയാമല്ലോ. നിങ്ങൾ ആരെങ്കിലും ഈ ചീര ഈ മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ ദേ ഇനി അരച്ചു വച്ചിരിക്കുന്ന ആ ഒരു അരപ്പും മറ്റേ ആ ചുമന്ന മുളകിൻ്റെ ആ ഒരു കൂട്ടും കൂടി ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ അരക്കെ വെച്ചിട്ടുണ്ട് എല്ലാവരും. ഇതൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഉപ്പേരിയാണ്. പ്രോട്ടീൻ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഉപ്പേരിയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ചെറുപയർ, സാമ്പാർ പരിപ്പ് ചേരുന്നുണ്ട്, മുട്ട ചേരുന്നുണ്ട്, പിന്നെ ഈ ചീര ചേരുന്നുണ്ട്. ഇനി ഇത് ഏകദേശം അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നപ്പോഴത്തേക്ക് ഒരു മുട്ട, അത് എനിക്ക് ഈ ഇല കുറവായതുകൊണ്ടാണ് ഞാൻ ഒരു മുട്ട യൂസ് ചെയ്യുന്നത്. ഒത്തിരി ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ 2-3 മുട്ടയൊക്കെ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ 3/4 വേവിച്ച് വെച്ചിരിക്കുന്ന ആ സാമ്പാർ പരിപ്പും കൂടി ഇട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇങ്ങനെ എന്തായാലും ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ, ഒരു വെറൈറ്റി വിഭവം അല്ലേ. അപ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി മുട്ടയൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോൾ നമുക്ക് ഇല ഇട്ട് കൊടുത്തിട്ട് മധുരച്ചീര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇനി ഇളക്കിയെടുക്കാം. ഇനിയാണ് നമുക്ക് ഇതിന് വെള്ളം ഒഴിക്കാൻ പാടില്ല. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണേ. കാര്യം ഈ ഇലയിൽ വെള്ളമുണ്ട്, അതുപോലെ ഇലയ്ക്ക് അധികം വേവില്ല, പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു സാധനം കൂടിയാണേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം എല്ലാവരും ഈ മധുരച്ചീര എല്ലാവരുടെ വീട്ടിലൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. ഉണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ. ഇത് നല്ല അടിപൊളി ടേസ്റ്റും അടിപൊളി പ്രോട്ടീനുള്ളതും പിള്ളേർക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ ഈ ഒരു ഉപ്പേരി തന്നെ ധാരാളമാണ്. അപ്പോൾ ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ബെല്ലൈക്കണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ, മറക്കല്ലേ.